സ്കേറ്റിങ്ങിന് നമുക്ക് മെയിനായിട്ടും നമുക്ക് യൂസ് ആവണമെന്ന് വെച്ചാൽ ഈ ചില പിള്ളേർക്ക് ഈ ആസ്മ നമ്മുടെ ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ഉണ്ട്. സ്കേറ്റിംഗ് വരുമ്പോഴത്തേക്ക് ഓവറായിട്ട് ബെറ്ററായി വരുന്ന ഒരുപാട് കുട്ടികളെ കാണാറുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ എക്സെൻട്രിക് ഹൈപ്പർ ആക്റ്റീവായ പിള്ളേർ ഇവിടെ വരുമ്പോൾ ഈ പിള്ളേരായിട്ട് കാണുമ്പോൾ നല്ലതായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് പറയാറുണ്ട് പേരൻസ് വന്നിട്ട്. പിന്നെ നല്ലൊരു സ്പോർട്സാണ്. ഒരു 3 വയസ്സ് 3.5 വയസ്സിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അച്ചീവ്മെൻറ്റ്സിൽ എത്താൻ പറ്റും. നോർമലി ബേസിക്കലി നമുക്ക് ഇതുപോലത്തെ ട്രാക്ക് അല്ല നമുക്ക് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ 200 മീറ്റർ ട്രാക്കാണ്. ഇപ്പോൾ നിലവിൽ വന്നിട്ട് പെരുമ്പാവൂർ ഒന്നുണ്ട്, പിന്നെ പാലക്കാടുമാണ് ആ ട്രാക്ക് വരുന്നത്. ഇപ്പോൾ അടുത്തിന് ഇതിവിടെ ഈ ചെയ്യുന്ന പിള്ളേർ എന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട് ഇതുപോലെ നാഷണൽ ലെവൽ. അത് വിശാഖപട്ടണത്ത് അല്ലെങ്കിൽ ചെന്നൈയിലായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. MBBS നാഷണൽ ലെവൽ ഇൻ്റർനാഷണലൊക്കെ പോവുകയാണെങ്കിൽ അഡ്മിഷൻസ് കിട്ടുന്നുണ്ട്. +1 +2 ലെവലിൽ മാർക്കുകളുണ്ട്. അപ്പോൾ നല്ല ഇത് വൈഡായിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം കോമ്പറ്റീഷൻ ടൈറ്റാണ്. അടുത്ത സ്റ്റെപ്പിലോട്ട് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഷൂ സ്കേറ്റിലോട്ട് പോകും. അതെന്ന് പറഞ്ഞാൽ ഈ ടൈപ്പാണ് കോഡ്, ഈ ടൈപ്പ്. ഒന്നെന്ന് പറയുന്നത് അത് ഇൻലൈനിലോട്ട് പോകും. അത് വന്നിട്ട് ആ ടൈപ്പാണ്. അത് ഇതിനെക്കാട്ടിയും കോസ്റ്റ്ലിയാണ്. അത് ഇൻ്റർനാഷണൽ ലെവലിലോട്ട് ഇറങ്ങുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതാകുമ്പോഴത്തേക്ക് നാഷണൽസ് വരെ നമുക്ക് ഈ സ്കേറ്റ് അലൗഡ് ഉള്ളൂ. ഇൻ്റർനാഷണലിൽ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്കെയിലോട്ട് പോവുക. സപ്പോസ് നാഷണൽസ് മെഡൽ വന്ന് ഇൻ്റർനാഷണൽ സെലക്ഷൻ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആ സ്കെയിലോട്ട് മാറേണ്ടി വരും. ഈ സ്കേറ്റിൽ നിന്ന് ആ സ്കെയിലോട്ട് മാറുമ്പോൾ പിന്നെ കംഫർട്ട് അത് കുറവായിരിക്കും.